അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കാര്യക്കാരില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ ബിജുകുട്ടൻ ചേട്ടാ, പ്രചോദേട്ടാ, നസീറിക്ക, സ്വാഗതം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസിനെ പരിചയപ്പെടണ്ടേ? കായംകുളം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ്. ചേച്ചിമാരെ ഹായ്. കണ്ടിട്ട് എല്ലാരും ഭയങ്കര എനർജി ബോംബുകളാണെന്ന് തോന്നുന്നല്ലോ. ഒന്നൊരു കൈയ്യടി തന്നെ, നിങ്ങളുടെ എനർജി ഒന്ന് അറിയട്ടെ. തുടങ്ങാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ്. തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ കുറച്ച് ഗസ്റ്റുകൾ ജോയിൻ ചെയ്യാൻ പോവാണ്. അവരാരാന്ന് ഞാൻ പറയാം. അതായത് ഈ മാർച്ച് 27 ഡർബി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായിരുന്നു. ആൻഡ് ഇപ്പോഴും തിയേറ്റേഴ്സിൽ അത് വളരെ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു നായകനും അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സുമാണ് നമ്മളെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവരിങ്ങോട്ട് വിളിക്കട്ടെ. So let me welcome Shine Tom Chacko and the Derby team to Flowers Comedy Item Where Floor. ഹലോ, നമസ്കാരം. അപ്പൊ ആദ്യം തന്നെ ഇവർക്കൊരു വലിയ കൈയടി കൊടുക്കാം. കാരണം സിനിമ നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷൈൻ ചേട്ടാ, എന്താണ് ഓഡിയൻസിന്റെ ഒരു ഇനീഷ്യൽ റെസ്പോൺസ് ഇപ്പൊ പടം കണ്ടിട്ട്? ഞാൻ ഇന്നലെ തിയേറ്ററിൽ പടം മുഴുവൻ കണ്ടില്ല. എൻഡ് പോർഷൻ ഇവരെ കുറച്ച് ഫൈറ്റ് പോർഷനൊക്കെ കണ്ടു. തല്ലുമാലയ്ക്ക് ശേഷം ഞാൻ ഫൈറ്റ് എൻജോയ് ചെയ്ത പടമാണത്. ഞാൻ ആദ്യം ഇതൊരു ഹ്യൂമർ ആണ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ കണ്ട പോർഷൻസിലൊക്കെ ഫൈറ്റ് ആണല്ലോ. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ പോർഷനിൽ. നമ്മൾ ലേഡീസ് കോളേജിൽ വരാമെന്ന് വിചാരിച്ചിട്ട് ബോയ്സ് കോളേജിൽ വന്നപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒരു ആക്ടറിന്റെ ക്യാരക്ടർ തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. കാരണം തല്ലുമാലയ്ക്ക് ശേഷം അതേപോലത്തെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഇടി കണ്ടിരിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമയാണെന്നുള്ള. അഭിനന്ദൻ നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അഭിനന്ദൻ ആമീനൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ ഡയറക്ടർ കടകന്റെ ഡയറക്ടറാണ്. അതുമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഡെർബി എന്ന് പറയുമ്പോൾ നമ്മള് രണ്ട് ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അതാണ് ഡെർബി എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതായത് ഇടി, അത് തന്നെ മത്സരം, ഇടി. അപ്പോ ഒരു വീട്ടിലിപ്പോ ഭാര്യയും ഭർത്താവും ഓടിയാണെങ്കിൽ അതൊരു ഡെർബിയാണ്. ഡെർബിയാണ്. ഈ ഡെർബിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം ക്യാമ്പസ് ആണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. അല്ലേ, ഒരു വ്യത്യാസം ഉണ്ടാവും. ഒരു ഹൗസിൽ കാണുന്ന ഡെർബി അല്ല ഇവിടെ. അല്ല. ഓക്കെ, അപ്പൊ ഡർബി ടീം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ ഞങ്ങളെ ജോയിൻ ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഞങ്ങൾ ആ സോഫയിലേക്ക് ഇരുത്തുകയാണ്. എല്ലാ സ്കിറ്റും എൻജോയ് ചെയ്ത് മനസ്സ് നിറഞ്ഞ് ചിരിക്കുക കേട്ടോ. ഓക്കെ. പണം എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞൊരു മുതലാളിയും രണ്ടുപേരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരിങ്ങോട്ട് വിളിക്കട്ടെ. അപ്പൊ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേരുടെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ബിജു പുഴിയൂർ, ശ്യാം തൃക്കുന്നപ്പുഴ ആൻഡ് രാജേഷ് തിരുവമ്പാടി. കാവുംപാട്ടെ അമ്പലത്തിലെ പാട്ടല്ലേടേ കേക്കണത്. നേരം വേളത്തിലെ പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. നേരം വേളത്തിലെ പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. മനുഷ്യൻ്റെ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേക എനർജി. ദൈവമേ, 1-ാം തീയതി ആണല്ലോ, സാധനവും ഇല്ല. എപ്പോഴും ഇങ്ങനെ തന്നെ തലേന്ന് മേടിച്ച് വെക്കണമെന്ന് വിചാരിക്കും, മേടിച്ചു വെക്കത്തില്ല. ആരെ വിളിക്കും? അപ്പാപ്പി മനോഹരനൊന്ന് വിളിച്ചാലോ? നോക്കട്ടെ. ഹലോ ഹലോ, എവിടെയാടാ? വീട്ടിലാടാ. എന്താടാ? ഞാൻ നമ്മുടെ പൊടിച്ചു മുക്കിയിരുന്ന് ചൂണ്ടയിട്ടോണ്ടിരിക്കുക. കനിങ്ങ കൊത്തണ്ടാടാ. മീൻ കൊത്തുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ കൊത്തുന്നുണ്ടാ. താനമല്ല ഇരിപ്പുണ്ടോ കയ്യില്? ഇല്ലടാ. താടാ, നിന്റെ കാണൂലടാ. അടിച്ചെന്റെ ഇന്നലെ ബാക്കി കുറച്ചേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു 2 പെഗ് കാണാം, 2 പെഗ്. നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടുന്ന് നിനക്കൊന്നും തരാ ഇല്ലെന്ന്. ഒരു 2 പെഗ് താ, ഞാൻ നിനക്ക് നാളെ 4 എണ്ണം വാങ്ങിച്ചു തരാം. എടാ, നാണം ഉണ്ടോടാ നിനക്ക് എന്നോട് ചോദിക്കാം? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി ഉളുപ്പുണ്ടോടാ നിനക്ക്? നിനക്ക് ഞാൻ എന്തോരം പ്രാവശ്യം വാങ്ങിച്ചു തന്നിരിക്കുന്നു. നീ ഒന്ന് വെച്ചിട്ട് പോടേ. വരൂടാ, നീ വരൂ എൻ്റെ കേട്ടാ. വെച്ചിട്ട് പൊക്കോ നീ. ഇതാണ് ഈ സംഭവം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. കണ്ടടാ, എല്ലാം എന്തോ രസമുണ്ട്. വയലുകളും ആ തെങ്ങോലകളും. എന്തോ രസം, എന്തോ ആ ഇളം കാറ്റൊക്കെ അടിക്കുന്നത് എന്തോ സുഖം നോക്കി. മുതലാളിക്ക് എന്തിന്റെ അസുഖമാണിത്? മുതലാളിക്ക് ഇപ്പൊ ഇഷ്ടപ്പെടാനുള്ള സ്വത്തുണ്ട്. മുതലാളിക്ക് ഒരു ബംഗ്ലാവ് പോലത്തെ വീടുണ്ട്. അതാണെങ്കിൽ അതിന്റെ മുകളിൽ വലിയ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുതലാളിക്ക് ടൗണിൽ തന്നെ 3 ബാർ ഹോട്ടലുണ്ട്. 7 സ്റ്റാർ ഹോട്ടലുണ്ട്. പിന്നെ അതും പോട്ടെന്ന് വെക്കാം.
മുതലാളിക്ക് ഈ മൂന്നാറ് എത്ര റിസോർട്ട് ഉണ്ട്, മുതലാളിക്ക് അവിടെ പോയി അടിച്ചാ പോരെ? എന്തിനാണ് ഇവിടെ വന്ന് മദ്യപിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഇനി അത് പോട്ടെന്ന് വെക്കാം. ഇനി മുതലാളിക്ക് മദ്യപിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മുതലാളിക്ക് സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് പിടിച്ച് ഒറ്റയ്ക്ക് ദുബായി പോയി അടിച്ചിട്ട് വരേണ്ട കാര്യമല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് മുതലാളി ഇവിടെ വന്നിരുന്ന് മദ്യപിക്കാൻ നോക്കണം? അല്ല ആക്ച്വലി എന്താണെന്നറിയാമോ, നമ്മൾ എപ്പോഴും അങ്ങനെ മേലേക്കട ഇരുന്ന അതല്ല, നമ്മൾ ആ ഒരു ടെൻഷനും മാറ്റിയിട്ട് ഇതുപോലുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. അപ്പൊ ഇങ്ങനൊരു സ്ഥലത്തിരുന്ന് അടിക്കുന്നത് എനിക്ക് വളരെ അങ്ങനെ മദ്യപിക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇന്ന് 1-ാം തീയതി ഞാൻ ഇങ്ങനെ കൂട്ടുകാരെ പോലും അടുപ്പിക്കാതെ വിദേശി ടോണി വിളിച്ചോണ്ടിരിക്കുക, ഫോൺ എടുക്കാതിരിക്കുന്നത്. വേറെ കളക്ടർ ബെഞ്ചമിൻ പിടിച്ചോണ്ടിരിക്കുന്ന ഫോൺ എടുക്കാതിരിക്കും. അവരിൽ നിന്നൊക്കെ മാറി ഇവിടെ വന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ്. ഇത് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ്, ആരെങ്കിലും വിളിച്ചാൽ കിട്ടത്തില്ല. ഇതെങ്ങാനും എൽസമോൾ അറിഞ്ഞോണ്ടല്ലോ അമേരിക്കയിൽ നിന്ന്. അവൾ അവിടെ പോയി സർജറിയുടെ തിരക്കിലായിരിക്കും, അവളെ ഇതിനകത്ത് പരിച്ചിറക്കി ഇയാൾ പിടിച്ച് പറയാതിരുന്നാ മതി. ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിനെ പോലിക്കുന്ന വണ്ടി എടുത്ത് ഇവിടെ വെച്ചോണ്ട് ചില പയ്യന്മാര് പാമ്പിന് അടി കൊണ്ട് നടക്കി ഇങ്ങനെ വരും. അപ്പൊ അതേ കൊണ്ട് ടോറിക്കാം, അതുകൊണ്ട് വണ്ടി അങ്ങ് ബാക്ക് ഇറക്കിട്ട് കേട്ടോ. അങ്ങ് ഒതുക്കാ കോണില്ലാത്തെങ്കിന്റെ അങ്ങോട്ട് കയറ്റിട്ടോ കേട്ടോ. ഓ എന്താ ഇത്, ഞാൻ എന്താ നോക്കി പോയാ മതി. ഹലോ എന്തുണ്ട്, കിട്ടിയോ? എന്തായാലും കിട്ടിയോ? ചെറുതൊരെണ്ണം കിട്ടി. അത് ശരി. എന്തോ പേര്? മുഷിയ. ഒരു പേര് ചോദിച്ചാൽ എന്തോ മുഷിയാനാ ഇതിനും വേണ്ടി അങ്ങ്? അതല്ല, മീന്റെ പേരാ പറഞ്ഞ മുഷിയ. മുഷിയാ കിട്ടിയേ? ആ മുഷി. അല്ല ഞാൻ താങ്കളുടെ പേരാ ചോദിച്ചേ. എന്റെ പേരോ? എന്റെ ഒരു ബേബി. BABI. അല്ലല്ല, ബേബിക്ക് വയ്യ. ബേബിക്ക് വയ്യെന്ന് സാറിന് അങ്ങനെ മനസ്സിലായി? ബേബിക്ക് വയ്യാന്ന്. അതെ, വയ്യായിരിക്കായിരുന്നു. അതാണോ പറഞ്ഞത്? ബേബിക്ക് വയ്യ അങ്ങനെ? വയ്യ അല്ല എന്റെ അയ്യ അയ്യ. ഓ അയ്യാണല്ലേ? ശരിട്ടാ ബേബി. ഓക്കെ ഞാൻ ഫെർണാണ്ടസ് മലയാളി ആണല്ലേ? ഞാൻ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. എന്ത് ചെയ്യാനാ അങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചത് ഒന്ന് വരും, അവിടെ എന്തെങ്കിലും അസുഖമായിട്ടിരിക്കണോ? അല്ലല്ല, ഇത് ചൂണ്ട കൊത്തി ആ ടൈമിന് വലിച്ചില്ല, കിട്ടത്തില്ല. വേറെ മേടിച്ചു തന്നാ പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിണർ ഒക്കെ കുത്തുന്ന ഒരു പരിപാടി. കിണർ കുത്തുന്ന പരിപാടിയാണ്? കിണർ കുത്തുന്ന പരിപാടി. ഈ കിണറൊക്കെ കുത്തിയാ എന്തോ കിട്ടും? കിണർ കുത്തിയാ വെള്ളം കിട്ടും. അല്ല അങ്ങ് തൊട്ടേനും പിടിച്ചതിനും മാർഗം കൊണ്ടുപോയിട്ട് ഞാൻ അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കിണറൊക്കെ കുത്തിയാ വളരെ നിസ്സാര പൈസയല്ലേ കിട്ടും? അതൊക്കെ എങ്ങനെ? ഭയങ്കര കഠിനമായ പണിയാണ്, പക്ഷെ പൈസ ഉള്ളു. വേറെ ഒന്നും അറിയില്ല. വേറെ പിന്നെ ബോർവെല്ലിന്റെ പണിയുണ്ട്. ഏറ്റവും നല്ല പണി അതല്ലേ ബോർവെല്ല്? കുറച്ചു നേരം ബോർ, പിന്നെ വെൽ, പിന്നെ ബോർ, പിന്നെ ബെൽ. അങ്ങനൊക്കെ ചെയ്യുന്ന പണി എപ്പോഴും ബോർ. സാറിന് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള കാര്യം? കാരണം ഞാൻ ആക്ച്വലി പ്രകൃതി രമണി ആസ്വദിച്ചിട്ട് എപ്പോഴും ഞാൻ 5 സ്റ്റാർ കൂടി എന്റെ സ്വന്തം ഉണ്ട്, 7 സ്റ്റാർ ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ സെറ്റപ്പിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ഞാൻ വേറെ ഒന്ന് കൂടാനായിട്ട് അങ്ങനെ വന്നതാണ്. അച്ഛന്റെ നാട് ഇവിടെ അടുത്താണ് വീട്. ഞാൻ നാട്ടിൻപുറം, മമ്മിയുടെ വീട് ഇവിടാണ്, പപ്പായുടെ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ റേഞ്ച് പോലും ഇല്ല സാറേ, റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലം. അതാണ് ഞാൻ നോക്കോ ജസ്റ്റ് കണ്ടോ, അത് ഇപ്പോഴും ഞാൻ ഒന്ന് കോൾ ചെയ്യാൻ വീട്ടിലെ സാറാമ്മയെ വിളിക്കാൻ പോലും പറ്റില്ല. അതെ സാറേ ഐഫോൺ അല്ലേ? ഐഫോൺ എന്റെ പെങ്ങക്കുണ്ട് ഐഫോൺ. മേടിച്ചു കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ സഹോദരിയാണ്, ഒരു ആഗ്രഹം പറഞ്ഞാൽ മേടിച്ചു കൊടുക്കാന്നുള്ളത്. നമുക്ക് ഐഫോണൊക്കെ മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം നമ്മളെ ഇല്ല. അല്ല ശരി, ചെറിയ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരല്ലേ. അല്ല അത് പിന്നെ എന്നിട്ട് എങ്ങനെ മേടിച്ചു കൊടുത്തത്? അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു നമുക്ക് ഐഫോൺ വേണമെന്ന്. അപ്പൊ നമ്മുടെ ഒരു മുത്തച്ഛനുണ്ട്, മുത്തച്ഛൻ ഇവളിങ്ങനെ നിരന്തരമായിട്ട് ഐഫോൺ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുമ്പോ മുത്തച്ഛൻ പറഞ്ഞ് എന്റെ കിഡ്നി വിട്ടിട്ടാണെങ്കിലും എനിക്കൊക്കെ ഐഫോൺ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് അങ്ങനെയുള്ള മനുഷ്യരെ കിട്ടുകയില്ല ഇപ്പം. അതെ, കാരണം അത്ര സ്നേഹം ആ കൊച്ചുമോളോട് ഉള്ളതുകൊണ്ടാണ് കിഡ്നി വിട്ടാലും മേടിച്ചു കൊടുക്കാന്നുള്ളത് പറയുന്നത്. അങ്ങനെ എനിക്ക് അല്ലയോ മഹാനുഭാവിനെ എനിക്കൊന്ന് കാണണം. അല്ല ഇല്ല, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എനിക്ക് കാലം തൊട്ട് അല്ല കാണാൻ പറ്റില്ല. കാണാൻ പറ്റത്തെ? 2 കിഡ്നി ഇല്ലാത്ത ആള് പിന്നെ അങ്ങനെ ജീവിച്ചിരിക്കുന്നേ? അല്ല നമ്മൾ ഒരു ഐഫോൺ ആണ്, ഒരു കിഡ്നിയാണ് എടുത്തത്. അല്ല ഞാനും ഒരു ഐഫോൺ എടുത്തായിരുന്നു. അപ്പോ കിട്ടിയ ചൊളിവില് ഇവിടെ ഒരു കൂട്ടായിട്ട് 2 കയ്യിലിങ് എടുത്തു. അത് കൊള്ളാം സാറേ. ഈ ഗ്രാമ ഭംഗി ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം സാറേ. അതെ എന്താണെന്നറിയാമോ, ഈ പാടത്തിങ്ങനെ വന്നിരിക്കുമ്പോ സാറേ ഇവിടേക്ക് ഒന്ന് ഇറങ്ങണം. അതെ ഭയങ്കര രസമാണ് സാറേ. ഏറ്റവും ബെസ്റ്റ് ഇറച്ചി എന്നാണ് ഇവിടുത്തെ ഷാപ്പിലെ തവളയോ? തവള ഇറച്ചി ഇത് കഴിച്ചിട്ടുണ്ട് ഞാൻ. സാറ് കഴിച്ചിട്ടുണ്ട്? ആക്ച്വലി ഞാൻ ഞാൻ ഇട്ടോട്ടെ സാറേ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ മമ്മയുടെ വീട് അടുത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെക്കേഷൻ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ മമ്മയുടെ വീട്ടിൽ വന്നിരിക്കും. അപ്പൊ അങ്കിളുണ്ട്, മാത്തച്ഛൻ. ആ അങ്കിളും ഞാനും എന്റെ പപ്പയും കൂടെ ഇതുപോലെ പാടത്ത് പോയ ഓർമ്മയുണ്ട് ചെറുതിലേ. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പാടത്ത് ചെന്ന് ഇറങ്ങിയപ്പോഴത്തേന് തവള ഇങ്ങനെ മക്കം പെറുക്കിയെടുക്കുക. അപ്പൊ ഈ കാഞ്ഞിരപ്പള്ളിയല്ലേ? അപ്പം ഇങ്ങനെ ഒരു തവളയുടെ മാമ ഇങ്ങനെ ടോർച്ച് അടിച്ചിട്ടാണല്ലോ, തവളയുടെ കണ്ണിലേക്ക് ടോർച്ച് അടിക്കും. ഇങ്ങനെ ഒരു ഒത്തുറവുള്ള ആനയുടെ തവള പിടിക്കാൻ ചെന്നതും ഒരു പാമ്പ് അതിന്റെ തൊട്ടിപ്പുറത്തേക്ക് ഇരിക്കുന്നു.
പാമ്പ് തവളെ പിടിക്കാനിരിക്കുന്നു, സൂക്ഷിക്കണം. സാധനം നോട്ട് ചെയ്ത് വെച്ചേക്കണ സാധനല്ലേ ഇത്? ഈ പാമ്പ് നോട്ടൗട്ട് വെച്ചിരുന്ന പിന്നെ അങ്കിള് ആ പാമ്പിനെ ഓടിച്ചിട്ട് ഈ തവളയും കൂടെ പിടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ വന്നു. ഇതിനെല്ലാം വെട്ടി റെഡിയാക്കി എല്ലാം അങ്ങ് ഫ്രൈ ചെയ്തു കാര്യം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയതും ഡോറിന്റെ വിളി ശൂശു എന്നൊരു വിളിയേക്കാം. ശൂശു എന്നൊരു വിളിയേക്കാം. ആര്? മറ്റേ പാമ്പേ. അവൻ നോക്കി വെച്ച സാധനമാണ് നമ്മൾ കൊണ്ടത്. ഏതാ മനസ്സിലായി? പാമ്പ് വീടിന് വെളി വന്നു. അവൻ അവിടെ നിൽക്കിയായത്. അത് നോട്ടൗട്ട് തവളായിരുന്നു. അപ്പോ പപ്പ ചെന്ന് ചോദിച്ചു, എന്താണ് മിസ്റ്റർ, എന്താണ്? ഞങ്ങൾ ഇംഗ്ലീഷാണ്, അങ്ങനെയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോ പറയാ, ഞാൻ നോട്ട വിട്ട സാധനമാണ്, അപ്പൊ എനിക്കത് വേണം എന്നൊക്കെ പറയാം. പിന്നെ എന്ത് കഷ്ടമല്ല ഓർത്ത് ഒരു തവളക്കാലം എടുത്തിട്ട് കൊടുത്തു, അങ്ങനെ അങ്ങ് പോയി. ആണല്ലേ? പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ സന്ധ്യമയൊക്കെ ചെറിയ ചാറ്റമഴയുണ്ടേ. പിന്നെ ഒരു ശൂശു വിളി കേൾക്കുക. പപ്പ ഇറങ്ങി നോക്കിയപ്പോ എന്തുവാ, എന്താ, ഒരു 4 തവളെ കടിച്ചു പിടിച്ചോണ്ട് വന്നിരിക്കും, ഒന്ന് ഫ്രൈ ചെയ്ത് തരാമോ? ഓക്കെ, അമ്മനെ ഇവിടെ പോയടാ. സോണറ്റെ, സോണറ്റെ. സാറേ കരിക്ക് വേണം സാറേ. കരിക്ക് വേണം. കരിക്ക് എന്താണെന്നറിയാമോ? ഞാനിപ്പോ അങ്ങനെ കരിക്ക് കുടിക്കില്ല. വിശക്കുമ്പോ, നല്ലോണം വിശക്കുമ്പോ ഞാൻ തന്നെ കേറിയിട്ട് കുടിക്കും. അറിയോ? മരത്തിനെ കയറിയോ? അറിയില്ല, വിശക്കുമ്പോ ഈ അരവണ്ണ കൂട്ടിയിട്ട് പാൻ്റെ ഒരു തായ്പ, അപ്പൊ ഞാൻ കയറി, ഞാൻ അതാണ് എന്റെ സ്റ്റൈല്. എനിക്ക് ഭയങ്കരമായിട്ട് സാറിന് ഇഷ്ടപ്പെട്ടു. ആണല്ലേ? പേര്? എന്റെ പേര് ഫെർണാണ്ടസ്. ഫെർണാണ്ടസ് മുതലാളി. ഞാൻ ഒരു സോണറ്റെ ഇച്ചിരി മാറിയില്ല മുതലാളി സംസാരിക്കുന്നത്. സാറേ വീട്ടിലിറക്കിണ്ട്? വീട്ടില് ഇപ്പൊ സാറാമ്മയുണ്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ബംഗ്ലാവ് പോലൊരു വീടാ, മേളി അറ്റാച്ച്ഡ്. എന്റെ മോളുണ്ട്. എവിടെ സാറേ? മോൾ അവൾ അമേരിക്കയിലെ ഡോക്ടറാണ്. ഡോക്ടറാണോ? അതെ 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 അതെ. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് പോകും. US പോലും ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒരു കാര്യമില്ല ഓപ്പറേഷൻ ചെയ്യിപ്പിക്കും. സാറിന് ഓപ്പറേഷൻ ചെയ്യിക്കും? ഞാൻ അവളെ കൊണ്ട് എന്നെ ചുമ്മാ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കും, തല എവിടേക്ക്. അതെന്തിനാ സാറേ? അല്ല, ഞാൻ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയില്ലേ, അപ്പൊ നമുക്ക് എന്തായാലും മുതലാണ്ടേ. ഞാൻ ചെയ്യിപ്പിക്കും. ഞാനിപ്പോ ഈ അടുത്ത് പോകുന്നുണ്ട്, മൂക്ക് ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ ഒരു രസം. അത് കാശുണ്ട് എന്റെ. ചിത്ര മനുഷ്യനാട്ടോ. അതെ അതെ. ഇപ്പൊ തന്നെ സാറ് വരുന്ന വഴിക്ക് ആ കാണുന്ന പട്ടിയുടെ വായിൽ കുറച്ച് നോട്ടിട്ടെടുത്ത് വെച്ചു കൊടുത്ത്. പട്ടിയുടെ വായിൽ നോട്ടിട്ടെടുത്ത് വെച്ചു കൊടുത്തു? അതെ അതെ അതെ. എന്താ പട്ടിയുടെ വായിൽ നോട്ടിട്ടെടുത്ത് വെച്ചു കൊടുത്തത്? പിന്നെ അല്ലാതെ പട്ടിക്ക് പോക്കറ്റ് ഇല്ലല്ലോ, പോക്കറ്റ് വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാണല്ലോ സാറ് ഇയാളായിട്ട് വന്നല്ലേ, ഞാൻ ആദ്യം സംശയിച്ചു വല്ല പെൺപിള്ളേരെയും വേഷം മാറ്റി കൊണ്ടുവരുവാണെന്ന്. അങ്ങനെ തോന്നിയില്ലേ? തോന്നി. രസതന്ത്രത്തിലെ മീരാ ജസ്മിൻ ആൺവേഷം പറ്റിയ തോന്നിയില്ലേ? പലരും ചോദിക്കുന്നു സോണറ്റ് അങ്ങനെയാണോ എന്ന്. ഭയങ്കര തമാശക്കാരൻ. മുഖം നോക്കൂ, കിട്ടാത്ത, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തോ കിട്ടിയ ഒരു സന്തോഷം സോണറ്റ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നു. ഞാനിപ്പോ ആക്ച്വലി ഇന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഓക്കെ. അടിക്കോ? കഥന്ത്രു കാണിച്ചാ അടിച്ചു ജയിക്കലും ഓടിക്കും. അല്ലല്ല, അങ്ങനല്ല. കൂടുന്നോ? നമ്മളൊക്കെ കൂടിയാ കൂടുക സാറേ. ഓ, ഒരു ചോദ്യം ചോദിച്ചപ്പോ ഉടനെ അങ്ങ് ഷാജി കലാസിന്റെ അതല്ല, വീശുവോ? വീശും, പക്ഷെ എന്റെ വല കുറച്ച് കണ്ണ് കീറിയിരിക്കുക, അതുകൊണ്ട് അടിക്കാൻ. അതാണ് ഞാൻ ചോദിച്ചേ. അതാ കീച്ചുമോ? മാച്ച ക്ലീച്ചുമോ? സാറ് ചോദിച്ച മനസ്സിലായില്ലേ? മദ്യപിക്കുമെന്ന് സാറിനൊപ്പം അടിക്കോ? നമുക്കൊന്ന് കൂടിയാലോ? ശരിയാത്തില്ല സാറേ, ഞാൻ സാറിന്റെ കൂടെ കൂടാനുള്ള യോഗ്യത ഒന്നും എനിക്ക്. ഹലോ വന്നേ സുഹൃത്തെ, നിങ്ങളുടെ ഭാഗ്യോ ഇത്. അതെ അതെ അതെ. അത് വേണ്ട. നാളെ SP ആയിട്ട് ഓർമ്മയുണ്ടോ? അയ്യോ സാറ്, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളത് അടിച്ച് അവസാനം ചട്ടിയിൽ കൊണ്ട് കാറൊക്കെ കയറി. ചട്ടിയിൽ കാറ് കൊണ്ടിട്ടു? അതല്ല, ബോട്ട് ചട്ടിയിൽ ആലപ്പുഴ ബോട്ട് കാറ് കൊണ്ട് കയറിയ. ഇനി ആവശ്യമില്ലാത്ത കാര്യം കേട്ടോ. ഇതാ ഞാൻ. അപ്പോ സോണത്തെ ബോട്ടിലിട്ട്. സോണത്തെ ബോട്ടിലിട്ട്. എടുത്തിട്ട് ബോട്ടിലിട്ട്. ഭാഗ്യവാനെ. ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണക്കാരുടെ കൂടെ എപ്പോഴും അവനോട് ഫ്ലൈറ്റ് ഒറ്റയ്ക്കൊരു ഇത്രേ ഉള്ള ഫ്ലൈറ്റ്. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ അതിന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര എണ്ണം അടിക്കും അത്? ഒന്നാമത്തെ കാര്യം, ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എന്റെ ശരിയാകത്തില്ല സാറേ. അതെന്താ അടിച്ചില്ല? ശരിയാ അല്ല, ഒന്നി തുടങ്ങും, 9 ആയാലും പിന്നെ നിർത്താൻ പറ്റത്തില്ല. ശരി, എന്റെ എങ്ങനെയാണെന്നറിയാമോ? ഞാൻ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ളതൊക്കെ തുറന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനത്തെ ഒരു തന്നെ ഞാൻ തുറന്നു. അതെ അതെ. ഒരു ദിവസം ഇതുപോലെ നമ്മുടെ ഈ വിജിലൻസ് ഓഫീസറില്ലേ, അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറഞ്ഞ് ഇപ്പൊ കേസ് 14 എന്തോ ചെയ്യാ സാറേ. ഇത് തന്നെ എന്റെ പ്രശ്നം തന്നെയല്ല. ഞാൻ ആ വീട്ടിൽ അപ്പൊ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് സാറാമ്മ പറഞ്ഞു, ഇനി പുറത്തിറങ്ങി കൂട്ടുകാരോടുള്ള മദ്യപാനം വേണ്ട. നമ്മുടെ മേരൽ ബാർ ഉണ്ടല്ലോ, അവിടെ ഇരിക്കൂ, സാറാമ്മ കമ്പനി തരാന്ന് പറഞ്ഞു. അങ്ങനെ സാറാമ്മയായിട്ട് അടിച്ചു. ഇതുപോലെ പിടുത്തു പോയി മനസ്സിലുള്ള എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. 4 ദിവസം അവള് പട്ടിക്കുട്ടിയിട്ടെ. സാറേ, ഞാനത് എഡിറ്റ് ചെയ്യ പറഞ്ഞു. നീ റഫായിൽ അയക്കല്ലേടാ, എഡിറ്റ് ചെയ്തല്ലേ പിടിക്കണേ. അതല്ല, എന്റെയും പ്രശ്നം അത് തന്നെയാ. അതെ, ഞാൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലുള്ളതെല്ലാം ഞാൻ തുറന്നു പറയും. അത് കുഴപ്പമില്ലല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. വേണ്ട സാറേ, ആവശ്യമില്ല. 35,000 രൂപയുടെ മദ്യമാണ് ആക്ച്വലി. ഇത് ഇന്ന് കിട്ടിയുള്ളൂ സാറിന്. 1 ലക്ഷം രൂപയുടെയൊക്കെ ഞാൻ അടിക്കണം. ഇന്ന് ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ട്. സാറേ അത് വേണ്ട സാർ, അത് ശരിയാകത്തില്ല. എനിക്കിത് കണ്ടിട്ട് തന്നെ തലറങ്ങുക. എന്താ എന്റെ ഈ കോട്ടാണോ പ്രശ്നം? എന്റെ
പാന്റ് കോട്ടാണോ താങ്കൾക്ക് പ്രശ്നമെങ്കിൽ അയ്യോ വിട്ടേരെ സോനട്ടെ. അത് വണ്ടി അതല്ല സാറേ, ഒന്നാമത്തെ കാര്യം ഞാൻ സാറുമായിട്ടിരുന്ന് കഴിച്ചാൽ അത് ശരിയാവത്തില്ല. എനിക്ക് മനസ്സിലായി. ഇതെന്തെന്നറിയാമോ, ഒരു കുപ്പിയിൽ നിന്ന് നമ്മൾ ഒന്നിച്ചടിക്കുന്നു, ഒരു ഗ്ലാസ്സേ ഉള്ളൂ. ആകെ ഒരു പ്രശ്നം അതൊക്കെ അല്ലേ പ്രശ്നം. അത് ഞാൻ കൊണ്ടുവന്ന എന്റെ ഈഗോയെ ഒരു കാര്യം ചെയ്യൂ. എന്നാ ബർത്ത്ഡേ എന്നാ? ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറില്ല. അടുത്ത മാസം. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഗിഫ്റ്റായിട്ട് ഞാനങ്ങ് തന്നു. അപ്പോഴോ ഇതിപ്പോ നിങ്ങളുടെ മതിയാണ്, ഇനി പ്രശ്നം. അപ്പൊ ഞാൻ കൊണ്ടുവന്നുള്ള അതില്ല, നിങ്ങളുടെ മതിയാണ്, നിങ്ങൾക്ക് തന്നു, ഇനി പ്രശ്നമില്ലല്ലോ. നമ്മൾ ഇനി ഇരുന്ന് ഒന്നിച്ചടിക്കുന്നു. അല്ല സാറേ, ഇത് എടുത്തോ? എനിക്ക് ദേഹമൊക്കെ കുളിരുവാ. അതുപോലെ സാറിന് ഒരു നിർബന്ധമുണ്ട്. സാറ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന നടന്നിരിക്കണം. അതെ. ഒരാൾക്കൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊന്നാലും തിരിച്ചു മേടിക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനത്തെ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക്. ഇനി നമ്മൾ ഒന്നിച്ചടിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങളുടെ സാധനമാണ്, ഇനി പ്രശ്നമില്ല. സോണറ്റെ വണ്ടി ഇച്ചിരി നോക്കിയോട്ടോ കേട്ടോ. സാറേ ഞാൻ ഇത് സാർ എനിക്ക് തന്നല്ലേ? നിങ്ങൾ ഗിഫ്റ്റ് തന്നു. ഇനിയാണ് നമ്മൾ കൂടുന്നത്. അല്ല ഇതിപ്പോ നിങ്ങളുടെ സാധനമാണ്, നിങ്ങൾക്ക് എന്ത് വേണേ സാർ. സാർ നിങ്ങൾക്ക് എന്ത് വേണം സാർ? ഒരു മിനിറ്റ്. മനോജേ, എടാ അപ്പാപ്പി, നിന്റെയൊക്കെ 2 പെഗ് വെച്ചപ്പോ നീ എന്നോട് എന്താണോ പറഞ്ഞേ? തരാൻ സൗകര്യമില്ലെന്നല്ലേ? ഞാൻ വരുന്നുണ്ടാ, വന്നടാ. ഒരു ദൈവം എന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് 35,000 രൂപയുടെ ഫുൾ എൻ്റെ കിട്ടിയിട്ടുണ്ട്. നിന്റെ മുമ്പിൽ വന്ന് അത് പൊട്ടിച്ച് 2 പെഗ് നിന്റെ മുമ്പിൽ നിന്ന് അടിച്ചിട്ട് അടങ്ങത്തുള്ളൂ. നീ ഓർത്തോ? വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. എന്താ സാറേ, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് സാർ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്? അല്ല, ഫോൺ ചെയ്യല്ലേ? അതെ. അപ്പൊ ഞാൻ പോസ്റ്റല്ലേ, അപ്പൊ ചുമ്മാ കൈ നിട്ടു. ഇത് ഞാനും സിനിമയുടെ ബിജുക്കുട്ടനോട്ട് അടിക്കുമ്പോ പുള്ളി എൻ്റെ അടുത്ത് കാണി സ്റ്റെപ്പ് അല്ലേ? അങ്ങനെ എനിക്ക് കിട്ടി. താങ്ക്സ് കേട്ടോ. ഓക്കെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ പൊട്ടിക്കൂ, ഒഴിക്കൂ. ഫിഷർമാൻ. ഇത് വേറെ സാധനമോ സാറേ? അതല്ല, നിങ്ങൾ മീൻ പിടുത്ത കാര്യം ഫിഷർമാൻ നിങ്ങൾ ഒഴിക്കുക. അല്ല അത് വേണം സാറേ. അത് ശരിയാവില്ല. അതെന്താ? അല്ല, ഇത് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞത് അവിടെ കൊണ്ടുപോയില്ലെന്ന് ഞാൻ പറഞ്ഞു. സാറിനെനിക്ക് തന്നല്ലേ? എന്താ തരുന്ന? ഒന്നാം തരം ഞാൻ ഒരെണ്ണം അടിച്ചില്ല, എനിക്ക് വേറെയും ചെയ്യും. അത് സാർ എനിക്ക് കുഴപ്പമില്ല. സോണറ്റെ മറ്റേ ബോട്ടിലിങ് കൊടുത്തോ, സെയിം ഉണ്ടല്ലോ. അല്ലല്ല, കുഴപ്പമില്ല. മറ്റേ ഒന്നുമില്ല, വേറെ ഉണ്ടേ. ഓക്കെ സാറേ, വേറൊന്നുമല്ല. സാർ എനിക്ക് തന്നുകൊണ്ട് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു. കുഴപ്പമില്ല. സാറേ, ഇത് നിങ്ങൾ അതിൽ നിന്ന് അടിക്കൂ, ഞാൻ വേറെ എന്റെ ഈ ബോട്ടിലുണ്ടല്ലോ. എന്നാ ഓക്കെ, അങ്ങനെ ഓക്കെ. സെയിം ഉണ്ട് എന്റെ. കുഴപ്പമില്ല. സോണറ്റെ സാറേ. സാറേ ഡിക്കിക്ക് ഇല്ലല്ലോ സാറേ. സോണറ്റെ ഡിക്ക് തോന്നാ സ്റ്റെപ്പിനില്ല. എന്റെ അടി നോക്കണം. അയ്യോ സാറേ, അവിടെ ഇല്ലത്. ഇന്നലെ SP ജോയ് എവിടാന്തോ വെച്ചത്. ഞാൻ മൊത്തം നോക്കി, അവിടെ ഇല്ല സാറേ. ഈ പിന്നെ അതിന്റെ സൈഡിൽ അതിലില്ലേ? അതില്ല സാറേ. പഴയ എന്റെ കാർ ഉടനെ ടീഷർട്ട് ഇറങ്ങാൻ അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു സാർ SP സാറുമായിട്ടിരുന്ന് അടിച്ചില്ലേ, അന്നേരം ഇത് എവിടെയോ മറന്ന് വെച്ചിട്ടുണ്ട്. ബോട്ടിൽ തീർത്ത് കളഞ്ഞ അതാ. എന്നിട്ട് സാർ എന്നെ വെറുതെ കുറ്റപ്പെടുത്തി. ഇത്ര സത്യസന്ധനായിട്ട് സാറിന്റെ കൂടെ നടന്നിട്ട് സാർ എന്നെ വെറുതെ കുറ്റപ്പെടുത്തി. മണി 10 വിറയ്ക്കും, കിറ അടിക്കും. അടിച്ചില്ല, കയ്യിൽ പോകും. ഇനിയിപ്പോ തിരിച്ചു ചോദിക്കാനും പറ്റില്ല, കാരണം ഞാൻ ഫെർണാണ്ടസ് പോലെ സാധനം കൊടുത്തതാ, പിന്നെ തിരിച്ചു ചോദിക്കത്തില്ല. അഭിമാനിയാ. അതാണ് നമ്മൾ ചോദിക്കുന്നത് മോശവുമാണ്. അതെ. അപ്പൊ അടിക്കണ്ട. അദ്ദേഹത്തിന് അടുത്ത് കൊടുത്തു, നമ്മൾ കൊടുത്തു. ഒരു 60 തരാവും. സാറേ, അത് ഞാൻ പൊട്ടിച്ചത് ശരിയാതില്ല. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞത് പൊട്ടിക്കാതെ ഞാൻ അവിടെ ചെന്ന് അവന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കുന്ന പറഞ്ഞേ. ഒരു ഇച്ചിരി തന്നാ മതി. സാറേ, അത് ശരിയാത്തില്ല സാറേ. അതെന്തോ സാറേ, സാറ് പറഞ്ഞല്ലോ ഞാൻ തന്നാണ്, ഞാൻ തിരിച്ചു ചോദിക്കത്തില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളല്ല. ഞാൻ ആദ്യം സാറിന് പറഞ്ഞാൽ സാറേ എനിക്കൊന്നും വേണ്ട, ഞാൻ വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞ അടിക്കുന്നു. മൈ മിസ്റ്റേക്ക്. അല്ലല്ല സാർ അങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പാവത്തങ്ങളാണ്. സാർ ഇപ്പൊ ഇതുപോലെ സാധനം എന്റെ കൊണ്ട് തന്ന് ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ച് അവൻ അവിടെ ആൾക്കാരായിട്ടൊക്കെ നിൽക്കും. ഞാൻ അവിടെ ചെന്നോണ്ട് ഓക്കെ മൈ മിസ്റ്റേക്ക്, സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഒരു 10,000 രൂപ അങ്ങോട്ട് തരുന്നു. 10,000 അതിങ്ങ് തന്നേക്കൂ. ഒരു 10,000 രൂപ ലാഭമല്ലേ? അത് ശരിയാത്തില്ല സാറേ. ഒരു 10,000 രൂപ അങ്ങോട്ട് തരുന്ന ഈ ഇതിന്റെ ഞാൻ തിരിച്ച് ചോദിച്ചു. സാറേ, 10,000 ഇന്ന് 50,000 വിലയുണ്ട്, ഇതിനറിയോ സാറേ? ഇന്ന് 1-ാം തീയതിയാണ്, കിട്ടത്തില്ല. അതുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇങ്ങനത്തെ ഒരു കുപ്പിയും ഒരു മദ്യമൊക്കെ സ്വർണ്ണ കളറും പിടിച്ചാലോ പൈസക്കാ. സോണറ്റെ അതെ, ഒരു 25,000 രൂപ. 25,000 സാർ എനിക്ക് തന്നിട്ട് ഇങ്ങനെയൊന്നും വില പേശല്ലേ, എനിക്ക് സങ്കടമാവും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു 1,00,000. സോണറ്റെ
നിന്റെ അച്ഛൻ എനിക്ക് ഇഷ്ടദാനം തന്ന പൈസയല്ലേ ഞാൻ എടുത്ത് അടിക്കണം കേട്ടാ. നീ ആവശ്യമില്ല ഒരു ലക്ഷം നീ പറ. അല്ല കേറ്റി വെക്കാം. അത് ഫെർണാണ്ടോ പോലെ കൊടുത്താൽ അത് മേടിക്കുന്ന മര്യാദ എനിക്കുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത പ്രധാനം ഇതാ നിന്നെ ഞാൻ ഇങ്ങനത്തെ പണി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 1,00,000 രൂപ അങ്ങ് തരും. സാറേ വേണ്ട, അത് വേണ്ട സാറേ, ശരിയാത്തില്ല. സാർ എനിക്ക് തന്നല്ലേ സാർ ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞു. തീരെ നിവൃത്തിയില്ല. ഇപ്പൊ വേറെ ഇപ്പൊ തുടങ്ങും ഞാൻ. അല്ല അതൊന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞ സാർ കുമ്മാട്ടി നിന്ന് തുള്ളുന്ന പോലെ ഞാൻ തുള്ളു. ഞാൻ അതാണ് പറ്റത്തില്ല സാറേ, ഞാൻ തരത്തില്ല. ഒരു കാര്യം ചെയ്യൂ. അറ്റ കൈ അല്ലാതെ വേറെ ഇനി മാറുകയില്ല. ഇവിടെ ഞാൻ തോന്നും താണ്ടേ 10 പവന്റെ മാല ഇതങ്ങ് പിടിക്കേ. 10 പവന്റെ മാല അങ്ങ് തന്നു. ആ ബോട്ടിലേക്ക് താ. തീർന്നില്ല. പൈസ വേണ്ടെങ്കിൽ വേണ്ട. ഗോൾഡ് തന്നു. ആ മാതിക്ക് താ. ഒരെണ്ണം ഞാൻ നമ്മൾ ഒന്നിച്ചടിക്കാൻ പോണേ. എനിക്ക് സാറ് മനസ്സിലാകുന്നില്ല സാർ എന്തൊക്കെ കാണിക്കുന്നത്. വിഷയമില്ല. 30,000 ഞാൻ 10 പവന്റെ മാലയാണ് തന്നേക്കുന്നത്. എനിക്ക് മാറുന്നിച്ച് ഇപ്പൊ തുടങ്ങും. അതാണ് സാറിന്റെ കഴുത്തി കിടന്ന മാല ഉരിയ തന്നത് സാർ. സാറിന്റെ മാമോദിസയ്ക്ക് മേടം ഇട്ട് കൊടുത്തതാ. എന്തിനാ മാമുദസ്സയ്ക്ക് അവത് ഉണ്ടോടാ? ചിന്തിച്ചു പോയ പോക്കേടാ. അത് കാര്യം 10 പവന്റെ മാലയാണ്. ആ ബോട്ടിൽ തന്നു. പ്ലീസ് 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 സാറേ. സോണറ്റ നീ കാറാ പോടാ. നീ ഇവിടെ നിന്നാ ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാം. നീ എന്തൊരു ടച്ച് തരുന്നുണ്ട് പോടാ. തരുമല്ലോ. തരും. സാറേ ഞാൻ മനസ്സിലോടെ വന്നത്. അല്ല കുഴപ്പമില്ല. കാരണം ഫെർണാണ്ടസ് മോലാളിക്ക് ഒരു വാശിയുണ്ട്. അവളെപ്പോഴും സാറാമ്മ എപ്പോഴും പറയും കേട്ടോ, ആവശ്യമില്ലാത്ത വാശികളെ ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ ചെയ്യും. കാരണം ഇതെനിക്ക് വേണം. മാല പോണേ പോട്ടെ, വേറെ മേടിക്കാം. അത് അവള് പള്ളി വെച്ചിട്ട് തന്നെയാണ് കെട്ട് സമയത്തെ. അതാണ് കൊടുത്തത്. അത് പോട്ടെ, വിഷയമില്ല. സാറേ കിട്ടി കിട്ടി. സീറ്റിന്റെ അടിയിൽ കിടക്കായിരുന്നു. ഞാനത് കണ്ടില്ലായിരുന്നു. എന്തോ ചെയ്യാനാന്ന് പറയണത്. ആവശ്യമില്ലാത്ത എടുത്തു ചാട്ടോ. കാശുണ്ട് അവനോന്റെ കയ്യിരിക്കണോടാ. അല്ലാതെ ഇങ്ങനത്തെ കുന്തളിപ്പ് കാണിക്കരുത് കേട്ടോ. അല്ലല്ല, സാറാമ്മ എപ്പോഴും പറയും എടുത്തു ചാട്ടം. ഒന്നാമതേ 10 പൈസയുടെ ബുദ്ധിക്കുറവുണ്ടേ. അപ്പൊ എന്നാ കൂടെ ഇറക്കുന്ന ശ്രദ്ധിക്കണ്ടേ. അവൻ അതിനെ കട്ടിക്കിഴങ്ങൻ. എന്തോ ചെയ്യാനാന്ന് പറ. ഇതിപ്പോ പുറത്തെവിടെയെങ്കിലും ആയിരുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പൊളിഞ്ഞു. കാരണം അത്രയും 10 പവന്റെ കേട്ടോ. സുഹൃത്തെ പോലെ പൊക്കളല്ലേ. ഞാൻ കാര്യം കൊത്തില്ല സാറേ, പോവുക. നല്ല കൊത്തൊന്ന് കിട്ടും. അതായത് വേറെ ബോട്ടിൽ വണ്ടിയുടെ സീറ്റിന്റെ അടി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഈ സോണറ്റ് എന്ന് പറഞ്ഞ ഈ കഴുത അത് കാണാതെ ഡിക്കി കിടന്ന് അടിയാവുന്ന കിട്ടിയ കൊണ്ടുവന്ന സെയിം സാർ. അവരമ്മ പെറ്റ വലിക്കണമെന്ന് നോക്കിയാൽ അങ്ങനെ കിട്ടിയേക്കാം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് വേറെ എവിടെയും ആണെങ്കിൽ ഞാൻ കുരുങ്ങി പോയേനെ ഞാൻ. ഇതിപ്പോ നമ്മൾ തമ്മിലാണ്ട് വിഷയമില്ല. ശരിയാ. ഈ ബോട്ടിൽ അങ്ങ് തരുന്നു. ആ മാല ഇങ്ങ് തരുന്നു. സാറ് ഈ ബോട്ടിൽ ഞാൻ വാങ്ങിക്കുന്നുമില്ല. മാല ഞാൻ അങ്ങോട്ട് തരുന്നുമില്ല. സുഹൃത്തെ, അത് 10 പവന്റെ മാലയാണ് ഈ കരുത്തെ കിടക്കുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. സാറിന് തന്നെ ചുമ്മാ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ? സാറ് മദ്യം തരുന്നു, അതിന് മാല ഊരി തരുന്നു. സാറിന് ഏരിയ അറിയാൻ പറ്റില്ല. സാർ സാർ വണ്ടി എടുത്തുകൊണ്ട് പോകും. അല്ലല്ല സുഹൃത്തെ, ഞാനത് ഇത് ആവശ്യമില്ലാത്ത ഒരാവശ്യമില്ലാത്ത പറയാം. ഇങ്ങോട്ട് നോക്കിയോട്ടെ. എന്താ ഇത് മദ്യം? അത് വെറും മാല. വെറും മാല. ഇത് ചൊറിയൊരു റോജാ കോൾട്ട് കായംകുളം തുറന്നല്ല. സാർ ചുമ്മാ അങ്ങനെ കാണിക്കുന്നത് ഇവിടെ കിടന്ന്. പിള്ളേർ കൂടെ വരും. വരും. ഓണട്ടെ എന്നാ പിന്നെ സാറേ തുടങ്ങിയാ പിന്നെ ആ മാല തരാ പ്ലീസ്. തരത്തില്ല. എനിക്ക് വേറൊരു സ്വഭാവം. കളിയാക്കാൻ നിൽക്കില്ലേട്ടാ. എനിക്ക് വേറൊരു മുഖമുണ്ട്. ഞാൻ അങ്ങനത്തവനെ. അത് കാരണം തിരിക്കാം മറ്റേ മുഖം. ഓണറ്റേ നിനക്ക് എന്തിന്റെ കാരണമാണ്? നിനക്ക് നീ ഒട്ടടുത്ത കാരണമാടാ ഇവിടെ. മര്യാദക്ക് മാല എന്റെ സ്വഭാവം തരത്തില്ല സാറേ. സാർ വന്നിട്ട് ആദ്യം മദ്യം കഴിക്കി. ഞാൻ പറഞ്ഞാണ് എനിക്ക് വേണ്ടെന്ന് മദ്യം. അത് ഞാൻ പറഞ്ഞ ഒരു മദ്യം എനിക്ക് തന്നു. എനിക്ക് ബർത്ത്ഡേ തരാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തരണം. ഞാൻ ചെറുക്കനെ വിളിച്ച് പറഞ്ഞില്ലേ. ഇപ്പൊ എനിക്ക് മാല ഇട്ട് തന്നിട്ട് ഒരു മദ്യം അങ്ങോട്ട് മേടിച്ചിട്ട് ഇപ്പൊ ആ മാല അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ അയ്യോടാ ഫെർണാണ്ടസ് ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ മാല ഇല്ലാതെ വീട്ടിലോട്ട് കയറിയുണ്ടല്ലോ കൊച്ചമ്മ കൊല്ലും. എന്നെയോ? ഫെർണാണ്ടസ് മുതലാളിയെ വീണ്ടും പട്ടിക്കുട്ടി കയറി കിടക്കാം. ഇത്രയും കോടീശ്വരനായ ഫെർണാണ്ടസ് മുതലാളിയെ സ്വന്തം ഭാര്യ സാറാമ്മ ഈ മാലയുടെ പേരിൽ കൊന്നു കളയോന്നാ പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യേ. ഇന്ന് വൈകിട്ട് ഒരു 7 മണിക്കാ ഫ്ലൈറ്റ് ദുബായ്. അല്ല ഒരു കാര്യം ചെയ്യേ. മോഡറത്തേക്ക് ബുക്ക് ചെയ്തേ. അമേരിക്കയിലേക്ക് മോഡറത്തേക്ക് ബുക്ക് ചെയ്യും. എനിക്ക് അർജന്റായിട്ട് അവളെ കാണണം. എന്തോ കാര്യമെന്ന് പറഞ്ഞു. അവളെ കൊണ്ട് എന്റെ മൂക്ക് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ആക്കുവാ. ഞാൻ സാറാമ്മ എന്നെ തിരിച്ചറിഞ്ഞ അവളെ എനിക്കൊന്ന് കളയൂ. ശ്യാം ചേട്ടൻ ആ കോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർനാഷണൽ ലെവൽ പെർഫോമൻസ് ആണ്. ഞാൻ ഒത്തിരി തിരിച്ചോടെ ഇരുന്ന്. എന്തായാലും കൂടുതൽ സ്കിറ്റിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. ശ്യാമേ, ബിജു രാജേഷ് ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല
വേലിയിലിരുന്ന ആ പാമ്പിനെ എടുത്ത് തോളത്തിടുന്ന പറയില്ലേ എന്ന പോലെ ഒരു ആവശ്യമില്ല. 7 സ്റ്റാർ ഹോട്ടലൊക്കെ ഉള്ള ആളാ. ഒരാവശ്യമില്ലാണ്ട് പറമ്പും പാടവും കണ്ടിട്ട് ഗ്രാമീണത നോക്കി വന്നാണ്. അബദ്ധം പറ്റിപ്പോയി. ഒരിക്കലും രാജേഷ് അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ട് ഇയാളുടെ ആദ്യത്തെ സാർ ഞാൻ അടിക്കൂല സാർ, നമ്മൾ തമ്മിലൊരു അന്തരം ഭയങ്കര വ്യത്യാസം ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുത് ഭയങ്കര വലിയ ആളാണ്, ചിലപ്പോൾ ഒരു പെഗ് ഞാൻ വീട്ടിൽ കൊണ്ട് അടിച്ചോളാം പറഞ്ഞ് വാങ്ങിച്ചിട്ട് പോകണതാണ് എൻ്റെ മര്യാദ. ബിജു ഗംഭീരമായിട്ട് ചെയ്തിട്ടാ, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു മുതലാളി വരുമ്പോൾ ഒരു സോണറ്റ് കൂടെ ഉണ്ടാവും അല്ലേ? ഇങ്ങനത്തെ ഒരു മുതലാളിയുടെ കൂടെ സോണറ്റും കൂടി കൂടിക്കഴിഞ്ഞാൽ തീർന്ന് പറയാല്ല. കാരണം ഒരാൾ ഒരു കെണിയിൽ വീണ അവിടുന്ന് രക്ഷിക്കാനാണ് ഒരാൾ കൂടെ ഉണ്ടാവുന്നത്. ആരെങ്കിലും ഒരാൾക്ക് രക്ഷകനാവും. ഇത് കുഴിയിലേക്ക് ഡീപ്പ് തുളച്ച് കൊടുക്കുകയാണ് വീഴാനായിട്ട്. അത് ആദ്യം തൊട്ട് അവസാനം വരെയും ക്ലൈമാക്സ് വരെയൊക്കെ നല്ല ഗംഭീരമായിട്ട് നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു തമാശകൾ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷൈനൊക്കെ അവിടെ നിന്ന് നന്നായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. ഷൈനൊക്കെ അങ്ങനെ ചിരിക്കുന്ന ഒരാളല്ല. നമുക്ക് ഇവരെ ഇന്ന് ചിരിപ്പിക്കണം, അതാണ് നമ്മളെ മെയിൻ എയിം കേട്ടോ. അപ്പോൾ എന്തായാലും ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രജോദ് ചേട്ടാ. ശ്യാമ, രാജേഷേ, ബിജു നന്നായിരുന്നു കേട്ടോ. നല്ലൊരു ചെറിയൊരു സംഭവം നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് നല്ല ചിരി കിട്ടിയ ഒരു സ്കിറ്റായിരുന്നു. നന്നായിട്ട് 3 പേരും പെർഫോം ചെയ്തു. ശ്യാമ, ഇതുപോലുള്ള ഒരുപാട് അച്ചായന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങച്ചൻ കോട്ട് വിട്ട് വന്നിട്ട് ഇതുപോലെ തള്ളി മറിക്കുന്ന അതെ ഇതുപോലുള്ള അഴകിയ രാവണന്മാർ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഈ അമേരിക്കയിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും ഈ അച്ചായന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർ ഈ പൊങ്ങച്ചൻ കാണിക്കും. അപ്പോൾ ഈ മണിച്ചാനൊക്കെ ഉള്ള ഷോയ്ക്ക് ഞങ്ങളെ കൊണ്ടൊരു വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ വീട്ടിൽ പോയപ്പോൾ അച്ചായൻ്റെ റൂമിൽ എല്ലാ ഇൻസ്ട്രുമെൻസും ഉണ്ട്. അതായത് ചെണ്ട, ഗിറ്റാർ, തബല, വയലിനുൾപ്പെടെ എല്ലാ സാധനം ഇരിക്കുകയാണ്. അപ്പോൾ ഈ അച്ചായൻ കൊണ്ടുപോയിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ സാധനം ബിയർ എടുത്ത് വെക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ നാഷുക്കൊക്കെ ഉണ്ട്. കഴിച്ച് മണിച്ചാനോട് ചോദിച്ചു, ആദ്യം ചെണ്ട നോക്കിയിട്ട് ഞാൻ ഈ ചെണ്ട നാട്ടിൽ നിന്ന് മേടിച്ചാൽ എത്ര രൂപയ്ക്ക് മേടിച്ചെന്നറിയോ? അപ്പോൾ 10,000 റുപ്പീസിന് മേടിച്ചാൽ. അടുത്തത് പുള്ളി വയലിൻ, ഈ ചെണ്ട ഞാൻ 4,000 രൂപയ്ക്ക് മേടിച്ചു. പിന്നെ പുള്ളി നേരെ അടുത്തത് ഗിറ്റാർ, ഈ ചെണ്ടയ്ക്ക് എനിക്ക് ഓപ്ഷൻ കിട്ടിയ ചെണ്ട. പിന്നെ പുള്ളിക്ക് ഇതിൻ്റെ എല്ലാ പേര് ചെണ്ട എന്നേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള ഒരുപാട് അച്ചായന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ശ്യാം ഒന്ന് പെർഫോം ചെയ്തപ്പോൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. ശ്യാം അടിപൊളിയായിരുന്നു. കാര്യം ഇതിനകത്തൊരു ലീഡിങ് പരിപാടി നിങ്ങൾ ചെയ്തിട്ടു, അത് നല്ല രസമായിട്ട് ചെയ്തു. ബിജു ഒരുപാട് ശ്രീവേഷമൊക്കെ കിട്ടുന്ന ഒരു മോചനം ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. നന്നായി, 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീറിക്ക. കലക്കി. അതാണ് നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു സാധനം നിങ്ങളുടെ അവതരണത്തിലൂടെയാണ് ഇത്ര മികവുറ്റ ആക്കിയത്. ഈ 1-ാം തീയതി സാധനം കിട്ടില്ല എന്ന് നമുക്കറിയാം. അടിക്കുന്നവർക്ക് ആ സാധനം കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അപ്പോൾ എന്തായാലും ആ കുഞ്ഞു സാധനം നിങ്ങൾ വളരെ മനോഹരമായിട്ട് 3 പേരും നല്ല വൃത്തിയായിട്ട് ചെയ്തു. നിനക്ക് ഒരുപാട് ക്യാരക്ടർ ചെയ്യാൻ പറ്റും ബിജു പൊഴിയൂരെ. ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്യാൻ കേട്ടോ. ഫീമെയിൽ വേഷം മാത്രമല്ല, ഇതിപ്പം വേറൊരു നല്ലൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ പല പല ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഫിഗറുണ്ട് കേട്ടോ. അത് പറഞ്ഞ് ഇവന്മാർ പറയുന്നത് കേട്ടിട്ട് നീ പാവാടയും ബ്ലൗസ് എടുത്തു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഓക്കെ, തമാശയുടെ ഒരു ചെറിയ കുറവുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ അവതരണത്തിൽ നമുക്കത് ഫീൽ ചെയ്തില്ല. അത് 1-ാം തീയതി അല്ലേ, പുള്ളി കിട്ടാത്തതിന്റെ ക്ഷമിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ കാര്യക്കാർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. ഇനി നമുക്ക് ഇന്നത്തെ ഞാൻ അങ്ങോട്ടാ വരുന്നത്. ഷൈൻ ചേട്ടാ, ടീം ഡർബി എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്കിറ്റ്? ഷൈൻ ചേട്ടാ എൻജോയ് ചെയ്തോ? ഇത് ഐറ്റം വേറെ സാധനം. ഈ സംഭവം നമ്മൾ ഇടയ്ക്ക് മറ്റേ വിശക്കുമ്പോ തെങ്ങി കയറി സാധനം അങ്ങനത്തെ കുറെ ആക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണം. ഇപ്പൊ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളി അതങ്ങനെ എൻജോയ് ചെയ്യാ. ഞാൻ കൊടുത്തു എന്നുള്ളതാണ്. മറ്റേ മച്ചാനെ പോലത്തെ മച്ചാന്മാര് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ കഴിയുമ്പോ വരും, സാറേ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ കൊല്ലാനും പറ്റില്ല, ക്ഷമിക്കും വേണം അല്ലേ. വളരെ നന്നായിരുന്നു. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തോ? ഉറപ്പായിട്ടും ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഈ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് കുറേ കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കിഷ്ടപ്പെട്ടത് ചേട്ടൻ്റെ ആ മുടി വെച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, അത് സംഭവമായിരുന്നു. പിന്നെ ആ ഡാൻസ് എടുത്ത് അത്രയും ഡയലോഗ് പറഞ്ഞിട്ട് ആ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കും അവിടെ ഡാൻസും പരിപാടിയൊക്കെ കയറ്റാന്ന് പറയണത് വൻ പരിപാടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സോണറ്റ്, ആ വിളി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. 3 പേരും ചേട്ടനും സൂപ്പറായിരുന്നു. സൂപ്പർ. അനു? എല്ലാവരും അടിപൊളിയായിരുന്നു. ഞാൻ ചേട്ടൻ്റെ മറ്റേ പാൻറ് ഊരിപ്പോകുന്ന പറഞ്ഞ സാധനമല്ലേ, ഷൈൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കോട്ടൂരിയ സീൻ, എനിക്ക് ശരിക്കും തിലകൻ ചേട്ടനെ മറ്റേ സീനിൽ ഈ വസ്ത്രം ഞാൻ ഉപേക്ഷിക്കുന്നു പറയില്ലേ, ആ സംഭവം അതന്നെ അത് ഓർമ്മ വന്ന്. സംഭവം 3 പേരും അടിപൊളിയായിട്ടുണ്ട്. എൻജോയ് ചെയ്തോ ഞങ്ങളുടെ സ്കിറ്റ്? അടിപൊളിയായിരുന്നു. 3 ആളും ശരിക്കും മത്സരിച്ച് അഭിനയിച്ചു. അടിപൊളിയായിരുന്നു.
കോട്ടയുടെ ചേട്ടന് ഒരു ശ്യാമെന്നല്ലേ പൊളിയായിരുന്നു കേട്ടോ. ചില മൈന്യൂട്ട് ആക്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ശരിയായിരുന്നു. ഒരുപാട് സന്തോഷം. ത്രൂ ഔട്ട് ഒരുപാട് എന്റർടൈൻഡ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഹാപ്പി, ഇനി കാര്യക്കാർ ഹാപ്പി ആയെങ്കിലേ കാര്യമുള്ളൂ. നമുക്ക് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000. ഇക്ക ഞാനൊരു 14,000 രൂപ. 14,000. കുപ്പിക്ക് 30,000 രൂപ ഉണ്ട്. ഇപ്പൊ തന്നെ 29,000 ആയി. പക്ഷെ ഇനിയുണ്ട്. അത് ബാക്കി കിടക്കുന്നത് പ്രചോദനന്റെ കയ്യിലാ ചേട്ടാ. ഞാനിപ്പോ ഷൈൻ ടോൺ ഇച്ചിരി നിശ്ചിത തുക ആ കുപ്പിക്ക് വേണ്ടി എന്നെ തന്നിട്ടുണ്ട്. Okay. ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ദാ പിടിച്ചു. Please. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. വൺസ് അഗൈൻ നമ്മുടെ ഡർബി ടീമിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാണ്. ആദമിന് ആക്ച്വലി നമ്മൾ എബ്രാം മോസ്ലറിലും മമ്മൂക്കാന്റെ ചെറുപ്പകാലം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിനകത്തൊരു ഫുൾ ലെങ്ത് ഒരു ഹീറോ വേഷം ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു 58-60 ദിവസത്തോളം ഭയങ്കര അടിപൊളിയായിട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്തൊരു സിനിമയാണ് ഡർബി. അപ്പോൾ പ്രൊഡ്യൂസർ സാർ ഞങ്ങൾക്ക് ആ കോളേജിന്റെ ഷൂട്ട് ചെയ്ത കോളേജിന്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് തരികയായിരുന്നുണ്ടായിരുന്നു. സാധാരണ ഹോട്ടൽ റൂമുകൾ നമുക്ക് ഷൂട്ട് അടുത്തോ? കോളേജിന്റെ അടുത്ത്. ചൈന ഷൂട്ടിങ്ങും കോളേജില്, തിരിച്ച് വീട്ടിൽ വന്നാലും അതും കോളേജ്. അല്ല ബിജുകുട്ടൻ ചേട്ടാ, ശരിക്കും ഞാൻ 2023 പാസ് ഔട്ട് ആയ ആളാ. വലിയ നാളൊന്നും ആയിട്ടില്ല എന്നാലും അല്ലേ? ഇല്ലല്ലേ, ഇവർക്ക് 22 വയസ്സായിട്ടുള്ള പിള്ളേരാ. നമ്മൾ 45ആയി. ഷൈനെ എങ്ങനെ ഇവരോട് പിടിച്ചു നിൽക്കാൻ നമ്മൾ എന്താണ് 45 വയസ്സ് മൈൻഡേ ചെയ്യില്ലല്ലോ. ഇല്ല, നമ്മള് മനസ്സിലാണ് നമ്മുടെ ഷൈനിപ്പോ ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്റ്റാർ ആയിട്ട് ക്യാരക്ടർ അതിനകത്തും അങ്ങനെ തന്നെ. അപ്പം നമ്മള് ലൊക്കേഷൻ അല്ലല്ല, ഇവരും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവര് ഡാൻസ് പഠിക്കാൻ, സ്റ്റെപ്പ് പഠിക്കാനുള്ള സോങ്ങിന്റെ ഇടയിലാണ് ഞാൻ വന്നു പോയതേ. നമ്മളധികം നേരം അവിടെ നൃത്യം ചെയ്തില്ലേ കോളേജ് ആയതുകൊണ്ട്. നമ്മൾ ദൂരെ പഠിക്കാനൊക്കെ പോലെ എന്നിട്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു വീടെടുത്ത് താമസിക്കുന്നു. രാവിലെ എണീറ്റ് കോളേജിൽ പോകുന്നപ്പോൾ രാവിലെ 6 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി കറക്റ്റ് പ്രൊഡക്ഷൻ വണ്ടി വരും. അതിൽ കയറി നേരെ കോളേജിലേക്കാണ് പോണത്. കറക്റ്റ് പഠിക്കാൻ പോണല്ലേ. എന്നിട്ട് അവിടെ പഠിത്തത്തിന് ഓരോ ഷൂട്ട് ചെയ്ത് ഓരോ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, ക്യാൻറ്റീനിൽ വരുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ച് വൈകുന്നേരം അതുപോലെ തന്നെ തിരിച്ച് 6 മണി 7 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നു. ഇത് തന്നെ പരിപാടി. ശരിക്കും പഠിക്കാൻ പോയൊരു ഫീൽ തന്നെയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി തന്നെ ലൊക്കേഷനിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല കേട്ടാ. നമ്മള് കുളിച്ചൊരുങ്ങി ആദ്യത്തെ ഷോട്ട് എന്തായിരിക്കും മണ്ണി കിടന്നുള്ളല്ലേ. അല്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഡർബി അല്ലേ, എപ്പോഴും ഫൈറ്റ് ആയിരിക്കും. ഇവിടെ അനൂശിവയ്ക്കൊക്കെ എന്തോ പറയണമെന്നുണ്ട്, എന്തോ സംസാരിക്കണമെന്നുണ്ട്. ഇങ്ങനെ എന്താണ് പറയൂ? അതും പറഞ്ഞ പോലെ ശരിക്കും ഒരു ഹോസ്റ്റൽ കോളേജ് ഫീൽ ആയിരുന്നു. എന്ന് രാവിലെ പോവാ. അതായത് സാധാരണ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇത്ര അറ്റൻഷനും പരിപാടിയൊന്നും കിട്ടില്ല. ഇത് ഞങ്ങൾ കോളേജിൻ്റെ അകത്തൂടെ നടക്കണ ഒരു റെസ്ട്രിക്ഷനും പരിപാടിയൊന്നുമില്ല. ആഗ്രഹിക്കണ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഡർബിൻ്റെ ഷൂട്ട് ടൈം. ഡെയിലി കുറേ കുട്ടികൾ വരും നമ്മുടെ അടുത്ത്. പെൺകുട്ടികൾ ഓഫ് കോഴ്സ്. അത് അവിടെ റിപ്പോർട്ട് കൊടുക്കണം. എന്താന്നറിയോ, ഈ ഷൈന ആ ഡാൻസിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ ഒരു വാശിപ്പും ഉണ്ട്. വേഗം പറഞ്ഞയക്കുകയും ചെയ്തു. ഷൈന എത്ര ദിവസം ഷൂട്ടപ്പ്? എത്ര ഉച്ച വരെ ഫുൾ ഡേ ഉണ്ടായിരുന്നില്ല അല്ലേ? ഒരു ദിവസം ഞാൻ പറഞ്ഞ് ബലം പിടിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നാളെ ഷൂട്ട് ചെയ്യാം. ഞാൻ അവൈലബിൾ ആണ്. നല്ല ചേട്ടാ. ഓക്കെ, എന്തായാലും റീൽസിലൂടെയും അതുപോലെ തന്നെ സുമതി വളവിൽ ചെറിയൊരു റോളാണെങ്കിലും നല്ല നോട്ടബിൾ റോൾ ചെയ്ത ആർട്ടിസ്റ്റ് ആണ് ജസ്നിയ. ഇതിനകത്ത് ഹീറോയിൻ ആയിട്ടാണ് അല്ലേ? ഒരു ഒപ്പന പാട്ടൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പൊ തന്നെ യൂട്യൂബില്. പറയൂ. പാട്ട് പറയാനാ? അല്ല, പറ്റി പറയാൻ. ആദ്യമായിട്ടാണ് നായികയായിട്ട് ചെയ്യുന്ന സിനിമയില്. ഇതൊരു ക്യാമ്പസ് മൂവി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അടിപൊളി ക്യാമ്പസ് ലൈഫ് ഒന്നും അല്ല കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡർബി ചെയ്തപ്പോഴാണ് ഒരു പ്രോപ്പർ ക്യാമ്പസ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇതിലെല്ലാ ഇവൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഓണം സെലിബ്രേഷൻ, ഫുഡ് ഫെസ്റ്റ്, കോളേജ് ഡേ, അങ്ങനെ അതുമാതിരി നല്ല അടിപൊളി ഫൈറ്റ് എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പുമാണ്. അപ്പോൾ ഭയങ്കര അടിച്ചു പൊളിച്ച് ഷൂട്ട് ചെയ്ത പടം ഷൈൻ ചേട്ടൻ്റെ 1.5 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്നലെ തന്റെ റീൽസ് ഒക്കെ വീണ്ടും ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോ വിജയ് ദേവർകൊണ്ടയുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട് നമ്മള്. പക്ഷേ അവരുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടില്ല. പോകുന്നതിന് മുമ്പ് വിജയ് ദേവർകൊണ്ടയുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത് ഐറ്റം വേറെ ഫ്ലോറിൽ നമുക്ക് അടിപൊളി.
എന്താ അതൊക്കെ ഇവിടെ നിൽക്കുന്നത്? അല്ല ഞങ്ങള് ഷൈൻ ചേട്ടനും ജസ്നിക്കും വേദി അങ്ങ് വിട്ടു തന്നതാണ്. ജസ്നിയ പ്രൊഫഷണൽ ഡാൻസർ ആണ്. പിള്ളേരിപ്പം ഇങ്ങനെ ഡെസ്പെക്ട് ചെയ്യും. പിള്ളേരെ ഷൈൻ അടിച്ച് തൂക്കിക്കളഞ്ഞു. പിള്ളേർക്ക് ചലഞ്ച് ചെയ്യാൻ ഡർബി ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യും. ചലഞ്ച് ചെയ്യാൻ ശരിക്കും ഷൈൻ ചെയ്ത് കളഞ്ഞു. 22:45 തൂക്കിക്കളഞ്ഞു. ബെറ്റ് അല്ല അത് നമ്മുടെ ഈ തൊലിക്കട്ടി കാരണമായിട്ട്. മീനാക്ഷി ഞങ്ങളുടെ അമ്മയുടെ ഷോയ്ക്ക് ഒരു ഡാൻസിൽ ചെയറിൽ ഇരുന്നാണ് ഷൈൻ കറങ്ങി വരുന്നത്. പക്ഷേ ഈ ടേക്ക് സമയത്ത് ഞാൻ നോക്കുമ്പം തിരിഞ്ഞത് തല താഴെ കാല് മേലുമായിട്ടൊരു എൻട്രി. എന്തൊരു കൈയുടെ ഷൈനെ ആ സോങ് ഓർക്കുന്നില്ലേ? മുന്നത്തെ അതെ, ഗംഭീര ഡാൻസ്. ഓരോ വർഷം കറങ്ങി വരുമ്പോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അടിപൊളിയായിരുന്നു അത്. പക്ഷെ കാണാൻ നമ്മൾ കുറച്ച് പേര് അതെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കാണിക്കുകയായിരുന്നു. കൊറോണ കഴിഞ്ഞ സമയത്തുള്ള ഷൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനും ഷാജോൻ ചേട്ടനും വേറെ ഡാൻസ് കളിച്ചു ഈ പരിപാടിക്ക്. അതെ അതെ അതെ. ശ്രീനിവാസൻ ചേട്ടന്റെ കുറെ പാട്ടുകൾ ചേർത്ത് വെച്ച് ഭയങ്കര രസമായിട്ട്. അതെ അതെ അതെ, അടിപൊളിയായിരുന്നു അത്. ഓക്കെ, അപ്പൊ പാട്ടായി, ഡാൻസ് ആയി, ഇനി ബാക്ക് ടു വീണ്ടും ഡെർബി. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ശിവ സംസാരിച്ചില്ലേ? ഞാൻ സംസാരിച്ചില്ല. ഞാൻ എന്റെ പേര് ശിവരാജ്. അമൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ പടത്തിൽ ചെയ്തേക്കണേ. അപ്പൊ വില്ലനായിട്ടാണ്. അപ്പൊ നല്ല ഇടി സാബിക്കിന്റെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് പടത്തില്. നല്ലത് പറഞ്ഞാൽ അവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അല്ലേ, ഞാൻ പ്രചോദനം. ഞാൻ ആദ്യമായിട്ടാണ് ഷൈൻ ഈ പറയണ കേൾക്കണത്. എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും എനിക്ക് മതിയായില്ല എന്ന് പറഞ്ഞൊരു സിനിമ ഇതാണ് സത്യത്തിൽ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ 30 ദിവസവും 60 ദിവസമൊക്കെ ഒരു സിനിമ തന്നെയാണല്ലേ നമ്മള് പണ്ട് ചെയ്ത ഓർമ്മയില്ലേ? രാത്രി ബഹദൂരുടെ വേഷം കെട്ടി. അന്ന് ഷൈനിന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അല്ലേ? അതെന്ത് കഥയാണ് ചേട്ടാ? അല്ല, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടോ സിനിമയിൽ? കമൽ സാറിന്റെ പടത്തിൽ പച്ചക്കുതിര അത് ദിലീപേട്ടന്റെ ഡ്യൂപ്പായിരുന്നു ഞാൻ. അപ്പൊ ഇത് ഈ രാത്രിയിലേക്കാണ് ഷൂട്ട് പോണത്. ഇവരൊക്കെ അഭിനയിക്കുന്നു, ഞങ്ങളാണ് ഫുൾ ഡ്യൂപ്പ്. 75 ദിവസമായിരുന്നു. അപ്പോഴൊക്കെ ഈ നമ്മൾ സഹിച്ചൊക്കെ ഇരിക്കും വന്ന് ആശ്വസിപ്പിക്കുന്ന ഷൈനൊക്കെ രക്ഷപ്പെടും ചേട്ടാ. അല്ല, നമുക്ക് സംസാരിക്കാൻ ചേട്ടനൊക്കെയല്ലേ കിട്ടുള്ളൂ. ദിലീപേട്ടനൊക്കെ ക്യാരക്ടറല്ലേ സംസാരിക്കാം. അപ്പൊ നമ്മള് പേടിക്കണ്ട, നമുക്ക് നല്ലൊരു ഭാവി. വേറെ കേസിലൊക്കെ ഇന്നാള് കണ്ടപ്പോഴും പ്രചോദനം പറഞ്ഞ് സമയാവും. വലിയ സൂപ്പർ സ്റ്റാറായി. സൂപ്പർ സ്റ്റാറായി. അതെ 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 അതെ. അല്ല, പക്ഷെ വേറെ പക്ഷെ അന്ന് തൊട്ട് നമ്മളെ കാണും, നമ്മളെ ആശ്വസിപ്പിക്കുക എപ്പോഴും. കാര്യം അവിടെ ഈ ഇത്രയും ദിവസം പോകണ്ടേ, നമുക്കത് അറിയാം. ആ ഒരു സമയത്ത് ഇവരുടെ ഒരു കഷ്ടപ്പാടും നമ്മളെ കഷ്ടപ്പാടും അതിൽ നിന്ന് വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ടാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. പച്ചക്കുതിര എന്നുള്ള പടത്തിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ഓക്കെ, അടിപൊളി. ഇനിയും സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സിനിമ കാണണം. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക. നമ്മളൊരു ക്യാമ്പസ് ബേസ്ഡ് ഒരു എന്റർടൈനർ ആണ്. ഒരു ഫുള്ളി പാക്ഡ് മൂവിയാണ്. ഫാമിലിക്കും യൂത്തിനും ഒരുപോലെ കണക്ട് ആവുന്ന ഒരു സിനിമയാണെന്നാണ് കണ്ടവരെല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാ അമ്മമാരും പോയി കാണണം. അതെ, താങ്ക് യു. എന്താണ് പറയാനുള്ളത്? ഇല്ല, എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസസ് കിട്ടുന്നുണ്ട്. ഹൗസ്ഫുൾ ഷോസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും ഇപ്പോൾ ഷൈൻ ചേട്ടനും ശിവയല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടുതലും തുടക്കക്കാരാണ്. ഞങ്ങളൊരു 2-3 സിനിമകൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ തുടക്കമാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്തായാലും കണ്ട് അല്ല, ഞങ്ങളുടെയൊക്കെ തുടക്കം നിങ്ങൾ കേട്ടതല്ലേ ഇപ്പൊ? രാത്രി ഊണൂല ഉറക്കൂലണ്ടല്ലേ? അന്ന് നമ്മൾ എണ്ണത്തെ പോലും കൂട്ടിയിട്ടില്ല. ആൾക്കാരുണ്ടായിരുന്നു. ശിവ പറയൂ, ദ മെയിൻ വില്ലൻ. ഞാൻ വില്ലനാണ്. അപ്പം നല്ല സ്വഭാവമുള്ള വില്ലനാണ്. അങ്ങനെ ഒരു 8 വില്ലന്മാര് നമ്മൾ മൊത്തം ഉണ്ട്. നല്ല ഇടി നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് പടത്തില്. അതെല്ലാവർക്കും വർക്ക് ആവുന്നുണ്ട്. ഹാപ്പിയാണ് നമ്മൾ. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു പടം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, ഈ കടകൻ എന്ന് പറഞ്ഞ സിനിമ തന്നെ ആദ്യത്തെ ഒരു അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ടുള്ള സിനിമയായിരുന്നു കടകൻ. ചെയ്യുമ്പോൾ പുള്ളിക്ക് 23 വയസ്സെന്തോ ഉള്ളൂ. ഭയങ്കര ചെറിയ. എനിക്ക് 1 വയസ്സും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ മ്യൂസിക് ആരാ? മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ. ആരാണ്? ഗോപി സുന്ദർ. അപ്പൊ ഈ ഡയറക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത സിനിമ എടുക്കുമ്പോ 1.5 ദിവസം ഒന്നും കൊടുത്താൽ പോട്ടെ നമ്മളെ ഷൈൻ ചേട്ടൻ കുറച്ചുകൂടെ ഞങ്ങളെ പടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കാരണം പുള്ളിയുടെ അടുത്ത പടത്തിൽ ഒരുപാട് പരിപാടികൾ ഉണ്ടാവട്ടെ. പുള്ളിയുടെ എനർജി കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അത് സെറ്റിലാണെങ്കിലും ഓഫ് സ്ക്രീനിലാണ് ഭയങ്കര രസമാണ്. സെറ്റിലെ പോലെ തന്നെ ഇവിടെ നമ്മുടെ ഷോയിൽ വന്നപ്പോഴും നമ്മളും വളരെയധികം എൻജോയ് ചെയ്തു, അല്ലേ? പിന്നെ നമ്മൾ ഉറക്കം തൂങ്ങി എവിടെയെങ്കിലും ഇരിക്കാനല്ലോ നമ്മൾ കൊണ്ടുപോകും.
അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഷൈൻ ചേട്ടാ, അതും ജസ്നിയ, ശിവ, അനു, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള ആക്ടേഴ്സിനടുത്തും ഞങ്ങളുടെ എൻറ്റയർ ടീമിന്റെ വിഷസ് പറയാട്ടോ. ഇനിയും സിനിമ കാണാത്തവർ ഡർബി പോയിട്ട് കാണാം. താങ്ക് യു. അങ്ങനെ ഇന്നത്തെ ചിരി മഴയ്ക്കിതാ ഇവിടെ ഒരു അവസാനം വരികയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരയ്ക്കും. ദിസ് ഇസ് മീനാക്ഷി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. Dum dum